ഇനി നമുക്ക് എന്ത് പറയാം, പ്രാക്ടിക്കൽ റീസൺസ് പറയാം. ഏതിൻ്റെ? ഗ്രൂപ്പ് ഫോർമേഷൻ. നമ്മളിപ്പോൾ തിയറിയാണ് പറഞ്ഞത്, ഇനി പ്രാക്ടിക്കൽ റീസൺ ആണ്. അതായത് ശരിയായിട്ട് ഒരു ഗ്രൂപ്പ് ഫോർമേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ. അത് നമുക്ക് മെമ്പേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയാം. ഒന്ന് കമ്പാനിയൻഷിപ്പാണ്. കമ്പാനിയൻഷിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്തെന്ന്, ഒരാളുമായിട്ട് ഡീപ്പായിട്ട് നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് പറയുന്നത്, നമ്മുടെ സഹവർത്തിത്വം എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട് പോലെയുള്ള ഒരാൾ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ ഫീലിങ്സും അവരുടെ തോട്ടൊക്കെ മറ്റുള്ള ഒരാളായിട്ട് ഷെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് കിട്ടുകയുള്ളൂ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സും പ്രഷറും അല്ലെങ്കിൽ ഹാപ്പിനെസ്സൊക്കെ ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കും. അങ്ങനെ ഷെയർ ചെയ്യാൻ ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ ദേ വിൽ സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ജോബ്. അല്ലെങ്കിലോ എന്തായി മാറും, അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യണം, സോഷ്യൽ കോൺടാക്ട്സിന് അല്ലെങ്കിൽ സോഷ്യൽ കോൺടാക്റ്റ് നടത്താൻ ഒരു എംപ്ലോയിക്ക് ഒരു ഓർഗനൈസേഷനിൽ എന്ത് വേണം, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. അല്ലെങ്കിലോ അവിടെ ലോ പ്രൊഡക്ടിവിറ്റിയും ആബ്സെൻറ്റീസും ടേൺ ഓവറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗ്രൂപ്പ് ഫോർമേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ടാണ് അവിടെ പറയുന്നത് എന്താണ്, കമ്പാനിയൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഗ്രൂപ്പ് ഫോം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ റീസണാണ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ റീസണാണ് സെൻസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർ ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്താണ്, അറ്റൻഷൻ ഫ്രം അതേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് വേണം, ബാക്കിയുള്ളവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അവരുടെ എന്ത് വേണം, അവരുടെ അറ്റൻഷൻ വേണമെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വലിയ ഗ്രൂപ്പിലാണ് നമ്മൾ അംഗമെങ്കിൽ അവിടെ എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള, സെൻസ് ഓഫ് അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഫ്രം ദി മാനേജറിനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ലാർജ് ഡിപ്പാർട്ട്മെൻ്റ് ആകുന്ന സമയത്ത് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? എവറിബഡി ഇൻ ദ അല്ലെങ്കിൽ എവറിബഡി ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡു ദ സെയിം ടൈപ്പ് ഓഫ് ജോബ്. So it is very difficult or hard to form stable social groupings. അല്ലേ? അപ്പോൾ വലിയൊരു ഗ്രൂപ്പിൽ അംഗമാകുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊരു പരിഗണനയൊന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു കോൺസെൻട്രേഷനൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആത്മധൈര്യം മൊറയിൽ വളരെ നന്നായിട്ട് കുറയുകയും നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ഇല്ലാതാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ചെറിയ ഗ്രൂപ്പാണെങ്കിൽ, ഒരു സ്മോൾ ഗ്രൂപ്പാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വർക്കേഴ്സ് ഗെറ്റ് മോർ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഫ്രം ദി ഹാൻഡ്സ് ഓഫ് ഹയർ ലെവൽ അതോറിറ്റി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളെ മൊറയിൽ നമ്മൾ കൂടുകയും നമുക്ക് കോൺഫിഡൻസ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, സ്മോൾ ഗ്രൂപ്പ് ഫോം ചെയ്യാനുള്ള ഒരു റീസണാണ് എന്ത് പറയുന്നത്, സെൻസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സെൻസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ പറയുമ്പോൾ നമ്മൾ ഫോർമൽ ഗ്രൂപ്പ്, ഇൻഫോർമൽ ഗ്രൂപ്പ് പറഞ്ഞു. അപ്പോൾ ഫോർമൽ ഗ്രൂപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ കറക്റ്റായിട്ട് നല്ല രീതിയിൽ മെമ്പേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആയാലും വെരി ഫാസ്റ്റായിട്ട് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ബാക്കിയുള്ള മെമ്പേഴ്സിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പലപ്പോഴും ഓർഗനൈസേഷനകത്ത് ഫോർമൽ ഗ്രൂപ്പിലെ എംപ്ലോയീസ് മെമ്പർ ആകാൻ കാരണം, അതിലൊരു പ്രാക്ടിക്കൽ റീസൺ എന്ന് പറയുന്നത് എന്താണ്, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആണ്. അത് വിത്തൗട്ട് മച്ച് ചേഞ്ചസ് അല്ലെങ്കിൽ വിത്തൗട്ട് സെമാൻറ്റിക്സ് അല്ലെങ്കിൽ വിത്തൗട്ട് മച്ച് ബാരിയേഴ്സ്, ദ പ്രോപ്പർ ഇൻഫർമേഷൻ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റ് ടു ദി ഓൾ എംപ്ലോയീസ് വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അങ്ങനെ അതാണ് ഒരു റീസണായിട്ട്, ഒരു പ്രാക്ടിക്കൽ റീസണായിട്ട് ആര് പറയുന്നത്, നമ്മുടെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഓർഗനൈസേഷനകത്ത് ഒരു ഗ്രൂപ്പിൽ അംഗമാകുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് വരുന്ന പ്രശ്നങ്ങൾ സോൾവ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്.
എങ്ങനെയാണ് ഇപ്പോൾ റെഡ് ടാപ്പിസം, ചുവപ്പ് നാടിലേക്ക് ഓടി നിൽക്കുക, അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ്, അല്ലെങ്കിൽ എന്താ ഇൻഫോർമൽ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷനും കിട്ടും. അപ്പോൾ ഗ്രൂപ്പിൽ അംഗങ്ങളായി കഴിഞ്ഞാൽ എന്താ അതിനുള്ളത്, ദ ഗ്രൂപ്പ് സൊല്യൂഷൻസ് ടു എ പ്രോബ്ലം മേ ബി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് മാനേജ്മെൻറ്റ് എക്സ്പെക്ട് ആൻഡ് ഇറ്റ് മേ ഈവൻ ബി മോർ സഫീഷ്യൻറ്റ്. അല്ലേ, എന്താണ് ഇൻഡിവിജ്വൽ ആകുന്ന സമയത്തുള്ള പ്രോബ്ലം സൊല്യൂഷൻ അല്ല, ഒരു ഗ്രൂപ്പിൽ അംഗമാകുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.